സാറിനൊരു പാട്ട് പ്ലേ ചെയ്തോട്ടെ. The one and only Rahman sir. Welcome. എല്ലാവരും വരിക, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും സ്റ്റേജിലേക്ക് പ്ലീസ്. Alright, everybody would love to request the entire cast onto the stage. Yes, hi. Hi. എനിക്ക് ആക്ച്വലി ഭയങ്കര സ്റ്റാർസ്റ്റിക് മൂമെന്റ് ആട്ടോ. കാരണം എനിക്ക് മമ്മൂക്കേനോടൊക്കെ നമ്മൾ ചോദിക്കാറില്ല എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. എനിക്ക് അതേ ചോദ്യം ഇവിടെ ചോദിക്കാൻ തോന്നുന്നു, എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? You have aged like a fine wine. അത് ആ ചോദ്യം എൻ്റെ ആ ചോദ്യം എൻ്റെ പേരെടുത്തിട്ട് പോയി. ജെനറ്റിക്സ് ആണെന്നല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ബാഡ് ബോയ്സിലേക്ക് വരാം. എന്താണ് ബാഡ് ബോയ്സ്? ഹലോ കൊച്ചി, നമസ്കാരം. നമസ്കാരം. എന്നെ എഴുന്നേക്കൂ പ്ലീസ്. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് എനിക്ക്. ഞാൻ സിനിമയെക്കുറിച്ച് അധികമൊന്നും പറയാൻ പോകുന്നില്ല, കാരണം ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ ട്രailer കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് നന്നായി അറിയാം. ഇതൊരു നല്ല സിനിമയാണ്, വലിയ സിനിമയാണ്, പ്രത്യേക സിനിമയാണ്, ഒരു ഡിഫറെൻറ്റ് സിനിമയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതെല്ലാമാണ്. എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു മാസ് എൻ്റർടൈനിങ് സിനിമ ചെയ്തിരിക്കുന്നത്. വളരെ ത്രില്ഡാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ ടീസർ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസസ് എനിക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്ന്. സോ ഞാനും ടെൻഷനാണ് എൻ്റെ ഇത്. പക്ഷെ ഈ വേദിയിൽ ഇപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ടുപേരെടുത്താണ്. ആദ്യം ഒന്ന് ഈ പടത്തിൻ്റെ സംവിധായകൻ, കാരണം ഇങ്ങനെ ഒരു കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മേൽ കാണിച്ച വിശ്വാസമാണ് എനിക്കിങ്ങനെ ഒരു പടം ചെയ്യാൻ കഴിഞ്ഞത്. ഒമർ ലുലു, താങ്ക് യു സോ മച്ച് ഒമർ. ആൻഡ് സാരംഗൻ റൈറ്റർ, താങ്ക് യു സോ മച്ച് ഒമർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നമ്മൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് മാറ്റി തന്നത് ഒമറാണ്. സത്യം, ഇത് സത്യമാണ്. ഞങ്ങൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് ഏതാണ്ട് 1.5 മാസമായിട്ടുള്ളൂ. ആൻഡ് ഓണത്തിന് ഇറക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ ടൈം എങ്ങനെ, അതിനൊരുപാട് പണം ചിലവാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ റഷ് ചെയ്യണം, സ്പീഡപ്പ് ചെയ്യണം. ആൻഡ് അഫ്കോഴ്സ് പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വാശി എൻ്റെ അടുത്ത് ഉറപ്പിച്ചത് ഈ പടം ചെയ്യുമ്പോൾ ഇത് ഞാൻ ഓണത്തിന് ഇറങ്ങിയിരിക്കും, ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കും എന്നുള്ളത് ആ ഒരു വാക്ക്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ആൻഡ് പിന്നെ ഈ പടത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിക്കുന്നവരെല്ലാവരും ബാഡ് ബോയ്സ് തന്നെയാണ്. ഇവരില്ലാതെ ഈ ബാഡ് ബോയ്സ് ഇല്ല. ഇത് എൻ്റെ ഒരു പടം മാത്രമല്ല, ഇതെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ബിബിൻ, സെന്തിൽ, ആൻസൺ, എവറിബഡി, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് വാക്കുകളില്ല എല്ലാവരും പറയാൻ. കാരണം ഇങ്ങനെ ഒരു ടേൺ ഔട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും ലെവലിൽ ഇത് കയറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യത്തെ ഫിലിം ഹാപ്പി വെഡിങ് ഒരു കോമഡി മൂവിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ആക്ഷൻ മൂവി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ബാബുവേട്ടനും ചേർന്നും കൂടി പവർ സ്റ്റാറിന് കുറേ ഇങ്ങനെ അതിൻ്റെ പരിപാടികൾ നടന്നു. പക്ഷെ എന്തുകൊണ്ട് നടന്നില്ല. പിന്നെ എനിക്ക് ഒരു ആക്ഷൻ ചെയ്യണം. പക്ഷേ ഈ മലയാള ഫിലിമിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ കോൺസ്റ്റബിൾ വേഷം ചെയ്താൽ പിന്നെ ഫുള്ള് കോൺസ്റ്റബിൾ വേഷം കിട്ടുള്ളൂ. അതേപോലെ ബ്ലെസ്സിങ്സ് ആണ് അല്ലേ, അതേപോലെ നല്ല പ്രൊഡ്യൂസേഴ്സ് വന്ന് നമുക്കൊരു ആക്ഷൻ പടം ചെയ്യാൻ നമുക്കൊരു അവസരം തന്നാലാണ് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എന്നെ സഹായിച്ച ഷീലുവാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. പിന്നെ എബ്രഹാം സാറ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും ഇവിടെ വരാൻ പറ്റാത്ത ഞങ്ങളുടെ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പോഴും നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിലാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം. ഒരുപാട് പേർക്ക് ഇന്ന് വരാൻ പറ്റിയില്ല, ടെക്നീഷ്യന്മാർക്ക് വർക്ക് പോയിക്കൊണ്ടിരിക്കുക ഓണത്തിൻ്റെ റിലീസിന് വേണ്ടി. അപ്പോൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു. ഈ
ട്രെയിലർ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ആവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബിഗ് താങ്ക് യു റഹ്മാൻ സാർ, ബാബുണ്ണി ചേട്ടൻ, എല്ലാവരും, സൈൻ ചേട്ടൻ, എല്ലാവരോടും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വന്നിട്ട് ചിലമ്പെന്ന് പറഞ്ഞൊരു പടം ഞാൻ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ റഹ്മാനാണ് ഹീറോ. ഞാൻ വളരെ സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ അതിലൊരു വേഷം നമുക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ വില്ലൻ കരാട്ടെ അറിയാവുന്ന ജയൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. വളരെ സന്തോഷം. റഹ്മാൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ പടം റഹ്മാൻ്റെ കൂടെയാണ്. റഹ്മാൻ വില്ലൻ, സോറി റഹ്മാൻ ഹീറോ, ഞാൻ വില്ലൻ. പറഞ്ഞത് കറക്റ്റാ, നിനക്ക് ഞാൻ വില്ലനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു പടം ചെയ്യാൻ പറ്റി. പക്ഷെ അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ പടം ചെയ്യാൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ എല്ലാ പിന്നീട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ ഡയറക്ടർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ പടം സൂപ്പർ ഹിറ്റ് ആവും. നമസ്കാരം കൊച്ചി. ഈ ഒരു സിനിമ എനിക്ക് എന്നും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞങ്ങൾ 15ാമത്തെ ചിത്രമാണ്. അതിൽ 15 ചിത്രത്തിലും ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ ബാഡ് ബോയ്സ് തന്നെയാണ്. പിന്നെ ഓണത്തിന് തന്നെ ഈ ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഏറ്റവും ആഗ്രഹിച്ചത് ഞാൻ തന്നെയാണ്. എന്താണെന്നറിയില്ല, ഈ ചിത്രത്തിൻ്റെ കഥ എന്നോട് ഒമർ വന്ന് എൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊരു വൈബായിരുന്നു എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. പിന്നെ സാരംഗ് ഇതിൻ്റെ റൈറ്റർ, സാരംഗ് എവിടെ? ഇത് ആക്ച്വലി എന്ത് പറഞ്ഞാൽ ഈ പടം സംഭവിക്കുന്നത് ഒമർ ഭായിയും സാരംഗും കൂടെ എന്നെ കാണാനായിട്ട് വന്നപ്പം ഈ സാരംഗ് ഇതിൻ്റെ കഥ അവതരിപ്പിച്ചത് എനിക്കറിയില്ല. ഞാൻ ഈ 15 ചിത്രങ്ങളുടെ കഥ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു. ഒപ്പം ഒമറിൽ നിന്ന് വന്ന ഒരു സംവിധായകൻ്റെ ഒരു സ്പെഷ്യൽ വൈബ്, ആ ഒരു നിമിഷം തന്നെ ഈ ചിത്രത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തത് ഞാൻ തന്നെയാണ്. ഒപ്പം പൈസ മുടക്കിയത് എൻ്റെ ഭർത്താവ് തീർച്ചയായിട്ടും. അപ്പം എൻ്റെ താങ്ക് യു ഒമർ ഭായ്, താങ്ക് യു സാറേ. ഹലോ, നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഒമർക്ക, ബിക്കോസ് ഞങ്ങളെപ്പോലെ ഒരു ബിഗ്നേഴ്സിനെ സംബന്ധിച്ച് ഒരു പ്ലാറ്റ്ഫോം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. സോ ഒമർക്ക ഇവിടെ ഇരിക്കാന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ റഹ്മാൻ ഖാൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. ഷീലു മാം, നിവിൻ ചേട്ടൻ, സെൻട്രേട്ടൻ, ആൻസൺ ചേട്ടൻ, എല്ലാവർക്കും താങ്ക്സ്. സാരംഗേട്ടൻ. അപ്പോൾ എല്ലാവരും സെപ്റ്റംബർ 13 സിനിമ കാണണം, അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തതായിട്ട് നമുക്ക് റഹ്മാൻ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കൊച്ചിക്കാരിയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയുടെ ട്രെയിലർ ലോഞ്ചിന് കൊച്ചിയിൽ തന്നെ നമ്മുടെ ലുലു മാളിൽ ഞാൻ എപ്പോഴും ഉണ്ടാകാറുള്ളതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ തന്നെ നടന്നതിൽ വളരെയധികം സന്തോഷം. ഒരു ബിഗ് താങ്ക് യു ടു ഒമാർ സാർ. ഇത്രയും നല്ലൊരു മൂവിയുടെ പാട്ടാവാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. അപ്പോൾ 13th നമ്മുടെ മൂവി റിലീസാണ്, എല്ലാവരും പോയി കാണണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. കേട്ടാ, എനിക്ക് ഫാൻസ്. നമസ്കാരം എല്ലാവർക്കും. ഞാനിവിടെ കയറി വന്നപ്പോൾ സൈജു ചേട്ടൻ നമ്മുടെ സുധീരേട്ടൻ്റെ ടൈമിംഗ് കോമഡിയെ പറ്റി പറഞ്ഞു. അപ്പോൾ സൈഡിൽ നിന്ന് റഹ്മാനൊക്കെ എന്നോട് പറയാണ് എൻ്റെയും ടൈമിങ്ങിൻ്റെ കാര്യം പറയാമെന്ന്. അപ്പം ഞാൻ പറയാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പം പുള്ളി അടുത്ത ഇത് എനിക്കെതിരെ പറഞ്ഞു, ബാഡ് ബോയ്സ് 2 പറഞ്ഞില്ലെങ്കിൽ കട്ടാവുകയാണ്. അപ്പോൾ ബാഡ് ബോയ്സ് 2 ഉണ്ടാവും എന്ന് റഹ്മാനക്ക് ഉറപ്പാണ്. ദൈവം അനുഗ്രഹിച്ചാൽ എപ്പോഴും വലിയ വലിയ സിനിമാക്കാർ പറയുന്ന പോലെ നമ്മളല്ല സിനിമയെ പറ്റി പറയേണ്ടത്, സിനിമയാണ് സംസാരിക്കേണ്ടത്. സിനിമ സംസാരിക്കട്ടെ, ഗംഭീരമാവട്ടെ. പിന്നെ ഈ പടത്തിൽ ഒമർക്കയുടെ കാര്യം എനിക്കെപ്പോഴും ഒരു നന്ദിയോടെ ഓർക്കാനുള്ളത്, എൻ്റെ ആദ്യ സിനിമ ഭൂമുഖതയ്ക്ക് ശേഷം എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ച് പടം നന്നായിട്ടുണ്ടെന്ന് അഭിനന്ദിക്കുകയും ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ പേര് പറയുകയും ചെയ്ത അപൂർവം ചില സംവിധായകർ ഒരാളാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റർ, ഈ പടത്തിൻ്റെ എഴുത്ത് തമാശ ഒക്കെ എഴുതിയിരിക്കുന്ന റൈറ്റർ. പിന്നെ എനിക്ക് വേറെ പറയാനുണ്ട്, ഇവിടെ ഇരിപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉപേനിച്ചേട്ടനുണ്ട് ഇവിടെ. ഉപേനിച്ചേട്ടൻ അസോസിയേറ്റ് ഡയറക്ടറാണോ എന്ന് എഴുതിയേക്കോ? ഉപേനിച്ചേട്ടാ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. ഒന്ന് വരും, നിങ്ങൾക്കിതിൽ വേദിയിൽ വരാൻ അർഹനായ ആളാണ്. വരും പ്ലീസ്. അത്രയും പണിയെടുത്തിട്ടുണ്ട് കേട്ടോ, ഹൗസ്ഫുള്ളാണ്. അതേപോലെ അമീറൊക്കെ എന്നെ രസികരാജ മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളുടെ സിനിമ ഈ വരുന്ന 13-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ സിനിമയിൽ ഔസേപ്പച്ചൻ സാറും ഉണ്ട് കേട്ടോ. പുള്ളിയും ഇത് അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ട്. ഔസേപ്പച്ചൻ സാർ ഒരുപാട് ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഖുഷ്ബു മുതൽ ഇങ്ങോട്ട് തുടങ്ങി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ
ആ ഔസേപ്പച്ചൻ സാറിനെ ഞാനാണ് ഇപ്പൊ ആദ്യമായിട്ട് ഒരു ഇൻട്രോ കൊടുത്തത്. ഓവർസീസിന് മാർക്കറ്റ് ഔസേപ്പച്ചൻ സാർ വന്നതില് ചേട്ടാ ARMന്റെ ഒപ്പമാണ്. ഞങ്ങൾക്കറിയാം വലിയ വലിയ സിനിമകളാണ് ഞങ്ങളുടെ ഒപ്പം ഉള്ളത്. ഞങ്ങൾ അങ്ങനെ ഒരു അവകാശവാദം ഒന്നും പറയുന്നില്ല. ഞങ്ങളൊരു സൈഡിൽ കൂടി ഒരു കുഞ്ഞു വഴി കൂടി സൈഡിൽ കൂടി ഒരു 50 കോടി, അതായിരുന്നു ഞങ്ങളുടെ പ്ലാനുള്ളത് അല്ലേ? അപ്പൊ എന്തായാലും താങ്ക് യു ബാഡ് ബോയ്സ്. 13-ാം തീയതി കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. നമുക്കൊരു ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഗായിക സുജാത ചേച്ചിയുടെ ഹസ്ബൻഡ് മോഹൻ സാറ് ഇവിടെ വയലോക്കി നടക്കണായിരുന്നു. ഞങ്ങൾ വിളിച്ച് തീർത്തിട്ടുണ്ട്. മോഹൻ സാറുണ്ട്. അപ്പൊ വളരെ സന്തോഷം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. എന്താണ് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് ടു ഓൾ. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഈ സിനിമയുടെ ബിഗിനിങ് മുതൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഒരേ ഒരു സങ്കടവും ഒരേ ഒരു വിഷമവും ഒന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിർമ്മിച്ച ARM എന്ന് പറയുന്ന സിനിമ ഈ ഓണത്തിന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ടിട്ട് ഇത് വിജയിക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി റഹ്മാനിക്കായ്ക്കൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇക്കായ്ക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടാണ്, ഫുൾ മാസ് മസാലയായിട്ടാണ് ഈ പടം മൊത്തത്തിൽ ഉള്ളത്. ഒമറിൻ്റെ എല്ലാ പടത്തിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ ആ ഒമർ ഫണ്ണാണ്. അപ്പം അതുകൊണ്ടിട്ട് തിയേറ്ററിൽ ഇത് ഒരു ഫണ്ണായി മാറട്ടെ. പിന്നെ ബാഡ് ബോയ്സ് 13-ാം തീയതി റിലീസാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനത്തെ സപ്പോർട്ട് അല്ലാട്ടോ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാണോ ട്രെയിലർ ഇഷ്ടമായോ? അയ്യോ ട്രെയിലർ ഇഷ്ടമായോ? ദൈവമേ, 2-3 പേരെങ്കിലും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നാളെ കിട്ടു വേറെ. താങ്ക് യു. അപ്പൊ എന്തായാലും നിങ്ങളുടെ സത്യം പറയാമല്ലോ, ഇവിടെയാണ് ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തത് ലുലുവില്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് എൻ്റെ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷിച്ചാണ് വന്നത്. പക്ഷെ നിങ്ങൾ സത്യം പറഞ്ഞ് ഇച്ചിരി നിരാശപ്പെടുത്തി കേട്ടോ. നിങ്ങളുടെ ഈ സപ്പോർട്ടൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ഞാൻ പോകുമ്പോഴെങ്കിലും ഒരു കൈയെടുത്തോ പൊക്കോട്ടെ.